ഹലോ, എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിലെ പുതിയൊരു കിടിലൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഒരുപാട് നാൾക്ക് ശേഷം പുതിയൊരു വ്ളോഗ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ഏട്ടനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ ഒരു ആവശ്യത്തിന് പോയതാണ്. അപ്പം ഇപ്പം ഇച്ചു, അതായത് വിഷ്ണുവിൻ്റെ കുഞ്ഞ് കാറിൽ ഉറക്കമാണ്. അപ്പോൾ അവളെ വീഡിയോ കോൾ ചെയ്ത് വെച്ചിരിക്കണതാണ് കേട്ടോ, അത് ഫോണിൽ കാണുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒരുപാട് കടകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഉള്ള കടയിൽ ലാസ്റ്റ് തപ്പി ഓൾമോസ്റ്റ് 12 കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ കയറിയത്. പീക്ക് ഓൾറെഡി കഴിച്ചേട്ടാ. അവനൊരു 8-8:30 ആയപ്പോൾ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നാലും നമ്മൾ കഴിച്ചുകൊണ്ട് അവന് ഇച്ചിരി ഒരു പകുതി ദോശ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സാമ്പാർ കൊള്ളാമോ എന്ന് നോക്കിയതാണ് കേട്ടോ. കാരണം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടില്ല, നമ്മുടെ പോലത്തെ സാമ്പാറല്ല, തമിഴ്നാട് സൈഡായതുകൊണ്ട്. പരിപ്പ് മാത്രമേ കണ്ടുള്ളൂ, പരിപ്പും ഉള്ളിയും മാത്രമേ ഇതിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നും കണ്ടില്ല കേട്ടോ. അപ്പം അവരൊക്കെ പൊറോട്ട കഴിച്ചു. ഞാൻ റിസ്ക് എടുക്കാതെ ദോശയാണ് കഴിച്ചത് കേട്ടോ. നെയ് റോസ്റ്റാണ് ഞാൻ കഴിച്ചത്. കാരണം പൊതുവേ ട്രാവൽ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ റിസ്ക് എടുക്കണം ഭയങ്കര കുറവാണ്. ഒന്നെങ്കിൽ പൂരി, അല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ ഇഡ്ഡലി, ഇതിലേതെങ്കിലും ആയിരിക്കും പൊതുവേ ഞാൻ കഴിക്കാറ് കേട്ടോ. അപ്പോൾ ബീക്കൂട്ടന് അങ്ങനെ കുറച്ച് ദോശ ഞാൻ കൊടുക്കുന്നുണ്ട്. അവന് ദോശ ഇഡ്ഡലിയൊക്കെ ഇച്ചിരി ഇഷ്ടമാണ്. അപ്പം ആശ നോക്കിയിരിക്കണുണ്ട് അവന് കൊടുക്കാൻ കേട്ടോ. അവന് ഉറക്കമൊന്നും ആയിട്ടില്ലായിരുന്നു. അവൻ ഓൾമോസ്റ്റ് 1 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കാറിലിരുന്ന് ഉറങ്ങിയത്. കാരണം ഉച്ചയ്ക്ക് കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചായപ്പോൾ പീക്കും ഉറങ്ങി, 1-1:30 ആയപ്പോൾ പീക്കും ഉറങ്ങി. അപ്പം ഏട്ടൻ്റെ കയ്യിൽ ഞാൻ പീക്കുനെ അങ്ങ് കൊടുത്ത് അങ്ങനെ ഇച്ചും പീക്കൊക്കെ ഉറക്കമായി. ഞാൻ ബിനോയ് ചേട്ടന് കമ്പനി കൊടുത്തുകൊണ്ടിരുന്നു, കഥകളൊക്കെ പറഞ്ഞ് ഗോസിപ്പൊക്കെ ചെയ്തു. അങ്ങനെ ഉറങ്ങാതെ ഇരിക്കാൻ വിട്ടിട്ട് ഞാൻ സൈഡിലുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആയപ്പോഴത്തേക്കും ആദ്യം ഒരു റൗണ്ട് പീക്ക് ജസ്റ്റ് എണീറ്റിട്ട് അവൻ പിന്നെയും കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ നല്ല ക്ലൈമറ്റായിരുന്നു, കുഞ്ഞതായിട്ട് മഴയൊക്കെ പെയ്ത് നല്ല രസമുള്ളൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറി. ഞാൻ കോഫിയാണ് മേടിച്ചത് കേട്ടോ. എനിക്കെന്താണെന്ന് അറിഞ്ഞൂടാ, ഈ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ കോഫിയാണ് കുടിക്കാറ്. അപ്പോൾ ഇച്ചു എണീറ്റ് ഉടനെ ലോലിപോപ്പൊക്കെ മേടിച്ച് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അവൾ ബാഗിൽ സേഫായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി കേട്ടോ. ഓൾമോസ്റ്റ് അപ്പം തന്നെ 8-8:30 ആയി. വട മേടിച്ച്, പീക്കുന് ഇഡ്ഡലിയും സാമ്പാറും ആണ് ഇച്ചിരി ഇഷ്ടം കൂടുതൽ. ട്രാവൽ ചെയ്യുമ്പോൾ ഞാനും അങ്ങനെയാണ് അവനെ ഓപ്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പൂരി മേടിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പൂരിയായിരുന്നു കേട്ടോ. ബിനോയ് ചേട്ടൻ മാത്രം വട മേടിച്ച്. ഈ ഇരിക്കുന്ന വട ബിനോയ് ചേട്ടൻ മേടിച്ചാണെങ്കിൽ അത് പീക്കുന് വേണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ബിനോയ് ചേട്ടൻ വേറെ മേടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ ഇത് അവരുടെ ഒരു കണ്ടെയ്നർ കോട്ടേജ് പോലത്തെ ഒരു സംഭവമാണ്. അതായത് കണ്ടെയ്നറിനെ അവരൊരു റൂം പോലെ സെറ്റ് ചെയ്ത് സ്റ്റേ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ കേട്ടോ. ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു, എമോ ഉണ്ടായിരുന്നു, കുതിര ഉണ്ടായിരുന്നു. ഇതൊരു പെറ്റ് ഫാമാണ്, മറ്റേ ഈ മ്യൂസിയം പോലെയൊക്കെ ബേർഡ് സാഞ്ചുറി ഉണ്ട്. പിന്നെ സ്നേക്ക്, ഗ്ലൈഡേഴ്സ്, ഇഗ്വാനാസ്, അങ്ങനെ ഒരുപാട് എക്സോട്ടിക് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു റൂമിന്. കുഞ്ഞൊരു കണ്ടെയ്നറാണ്, അത് റൂമാക്കി എടുത്തതാണ് കേട്ടോ, ഒറ്റ സ്റ്റേക്കൊക്കെ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ബെഡിൻ്റെ അപ്പുറത്തെ സൈഡും ഇതുപോലെ ഫുൾ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും മാത്രം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീഡിയോസൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരുന്നു. ചേട്ടന്മാരൊക്കെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായിരുന്നു. അങ്ങനെ പീക്കു കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ പീക്കുവിന് ഇഷ്ടമുള്ള പാട്ട് ഇടാതെ ഞാൻ ഇച്ചുവിന് ഇഷ്ടമുള്ള പാട്ട് ഇട്ടുകൊണ്ട് പീക്കു ഡാൻസ് കളിക്കില്ല, അപ്പോൾ പിണങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ. ഇച്ചു അത് കണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നല്ല ക്ലൈമറ്റും നല്ല രസമായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു വൈബ് നല്ല രസമായിരുന്നു. നല്ല ഇതൊക്കെ അങ്ങനെ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു സ്റ്റേ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര പുതുമയായിട്ട് തോന്നി കേട്ടോ. പിന്നെ അവിടെ ആകെ ഉണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും മാഗിയും മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് മേടിച്ച് അത് കഴിച്ചു. അതിനുശേഷം അവിടെ തന്നെ ഇതുപോലെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഗോട്ട്, ഇങ്ങനെ ഒരുപാട് പെറ്റ്സ് ഉണ്ട്, റാബിറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അതിനെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ പോയി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 4-4:30 ആയപ്പോഴാണ് പുറത്തോട്ട് വന്നിട്ട് ചുമ്മാ ഇതിനൊക്കെ ഫുഡൊക്കെ കൊടുത്ത്
കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മൊത്തത്തിൽ. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നുകൊണ്ട് ഞങ്ങൾ പിള്ളേരും 2 പിള്ളേരും ഞാനും അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയില്ല. ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്ന് ജസ്റ്റ് വെയിലൊക്കെ ഒന്ന് താന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയേട്ടാ. അപ്പം അതിനൊക്കെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ ബേർഡ് സാഞ്ചുറിയാണ് കേട്ടോ ഇത്. ഒരുപാട് കോഴിയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ബേർഡ് സാഞ്ചുറിക്കകത്ത് കോഴിയൊക്കെ കണ്ടോ, ഫസ്റ്റ് ടൈമാണിത്. എല്ലാം ലൈക്ക് ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, ഒന്നും ഉപദ്രവിക്കുക അങ്ങനെയൊന്നുമില്ല. അവരെല്ലാം ടേംഡായിരുന്നു. ലവ് ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ വീട്ടിലെ ലവ് ബേർഡ്സ് കൂട്ടിനകത്ത് കൈയിട്ട് അപ്പം വന്ന് കുത്തും. അങ്ങനെ പിന്നെ എനിക്കിങ്ങനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ഇച്ചിരി ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, പക്ഷെ പിന്നെ അവളെ നോക്കിയായി. അങ്ങനെ ഞാനും കൂടെ വീട്ട് എല്ലാത്തിനും ഫുഡൊക്കെ കൊടുത്തു. പക്ഷെ നല്ല രസമായിരുന്നു അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നാലും ഒരു എന്താണെന്ന് അറിഞ്ഞൂടെ, ഈ പെറ്റ്സിൻ്റെ അതിൻ്റെയൊക്കെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ. പീക്കുവിന് പേടിയായിരുന്നു കേട്ടോ. അവൻ തൊട്ട് പക്ഷേ കയ്യിലൊന്നും എടുത്തില്ല. അവന് അതിങ്ങനെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അതുകൊണ്ട് അവൻ അതിലൊന്നും മുതിർന്നില്ല. ഞാൻ വച്ച് കൊടുത്തു, പക്ഷെ ആശാന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. അവിടെ ഒരു കുളമുണ്ട് നടുക്ക്. ഈ താറാവ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുഞ്ഞു കുളമുണ്ട്. ഈവൻ അതിൻ്റെ അകത്ത് കല്ല് പെറുക്കിയിടുന്നതായിരുന്നു മെയിൻ പരിപാടി. എറിയുമ്പോൾ ഇങ്ങനെ വെള്ളം സ്പ്ലാഷ് ആവില്ല, അത് കാണാൻ വേണ്ടിയിട്ട് അശ്വൻ അതിൻ്റെ പുറകിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ഇതുപോലെയുണ്ട് കേട്ടോ, ക്യാൻറ്റീൻ പോലെ. അപ്പം അങ്ങനെ അവിടെ നിന്ന് കോഫിയും ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ബിസ്ക്കറ്റ് ഞാൻ മേടിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. അത് കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലൈമറ്റൊക്കെ ഭയങ്കരമായിട്ട് മാറാൻ തുടങ്ങി. മഴ വരണ പോലെയായി. വൈകുന്നേരമാണ് കേട്ടോ, അത്ര ഇറിറ്റൊന്നുമില്ല. പക്ഷേ ഫുൾ മഴയുടെ ആ ഒരു ഇറിട്ടാണ്. അതായത് ഇരുണ്ട് വരാനുള്ള സമയമായിട്ടില്ല, പക്ഷേ മഴയുടെ ഒരു ഇറിട്ടും പിന്നെ ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. പക്ഷെ ഭയങ്കര അടിപൊളി വൈബായിരുന്നു. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കളിക്കുന്ന കുഞ്ഞു പുഴു എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. പിന്നെ കുറച്ച് റൊമാൻസ് ആവാമെന്ന് വെച്ച് ചേട്ടനെയും പിടിച്ചിരുത്തി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇരിക്കട്ടെ, മഴയല്ലേ, കുറച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ നിന്ന് ഓടി സ്ഥലം വിടുകയാണ്, നേരെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. കാരണം മഴ കൂടി, ഭയങ്കരമായിട്ട് മഴ കൂടി. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് കയറി. അപ്പോൾ ഏട്ടപ്പോൾ നമുക്ക് ടെറസിൽ പോകാൻ നല്ല രസമായിരിക്കും. അങ്ങനെ പീക്കു ഓടി കയറുകയാണ്. ആ പീക്കുവിനെ നമ്മൾ പിന്നെ മുമ്പ് പീക്കുവിനിങ്ങനെ മഴയത്തൊക്കെ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അസുഖം വരുമായിരുന്നു. പിന്നെ നിർത്തി അവനതങ്ങ് ശീലമായി. അങ്ങനെ പിള്ളേരെ 2 മുകളിൽ കയറ്റി. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. ഞാൻ പിന്നെ നൈസായിട്ട് താഴെ ഇറങ്ങി. വേറൊന്നുമില്ല, എൻ്റെ വേറെ ഡ്രസ്സില്ലായിരുന്നു. ഡ്രസ്സില്ലാത്ത കാരണം പിന്നെ ഞാൻ നൈസായിട്ട് താഴെ ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ നൂഡിൽസ് കഴിച്ച്. ഞങ്ങളല്ല, ബിനോയ് ചേട്ടൻ നൂഡിൽസ് കഴിച്ച്. ഞാൻ റൊട്ടിയാണ് കേട്ടോ മേടിച്ചത്. ഒരു പഞ്ചാബി ധാബയിൽ. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഹാഫ് വേ എത്തിയപ്പോഴാണ് കേട്ടോ. എല്ലാവരും റൊട്ടിയായിരുന്നു, ബിനോയ് ചേട്ടൻ മാത്രം നൂഡിൽസ് ആയിരുന്നു കേട്ടോ. ഇച്ചുവിൻ്റെ ഐസ്ക്രീം അടിച്ച് മാറ്റി കഴിച്ചുകൊണ്ടിരുന്ന സീനാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ കാറ് കയറി കുറച്ചായപ്പോഴത്തേക്ക് പീക്കൂട്ടൻ നൈസായിട്ട് ഉറങ്ങി. പക്ഷേ ഏട്ടൻ്റെ കൈ പോയില്ല കേട്ടോ, അവൻ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന്. ഏട്ടൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആശൻ നൈസായിട്ട് എണീറ്റത്. പിന്നെ ഉറങ്ങാൻ ഇച്ചിരി ടൈം എടുത്തു കേട്ടോ. ലാസ്റ്റ് ഞാനും പീക്കും കൂടെ അടിയായി ഇവിടെ. അതൊരു യുദ്ധക്കളമായി. ലാസ്റ്റ് എങ്ങനെയോ അവൻ പിന്നെയും ഉറങ്ങി. ഇച്ചു കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വെളുപ്പിനെ ഞങ്ങൾ പിന്നെയും ഒരു കടയിൽ നിർത്തി. ഞാൻ കോഫി കുടിച്ച കേട്ടോ. കോഫി മേടിക്കാൻ പോയ സീനാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ രാവിലെ ആയിട്ട് ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി കേട്ടോ. ഈ കടയിൽ ഞങ്ങൾ മാത്രമാണോ ഉണ്ടായിരുന്നതെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചെന്നപ്പോഴാണ് കിച്ചണൊക്കെ റെഡിയാക്കി എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പീക്കു ആ വിൻഡ് മില്ല് കറങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ആകെ ഉണ്ടായിരുന്ന മെനു എന്ന് പറഞ്ഞാൽ പൂരിയും ഇഡ്ഡലിയും, വേറെ ഒന്നുമില്ലായിരുന്നു. ഇത് രണ്ടും തന്നെ ആകെ ഉണ്ടായിരുന്ന. അപ്പോൾ ഇച്ചുവിന് അതൊന്നും വേണ്ട, അവൾക്ക് മറ്റേ ബോണ്ട മതി എന്ന് പറഞ്ഞിട്ട് അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പീക്കുവിന് ഇഡ്ഡലിയും വടയും മേടിച്ച് പൂരിയും കഴിച്ചു. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പൂരി ആകെ 2 സെറ്റ് ഉണ്ടായിരുന്നു, എക്സ്ട്രാ ആയും കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും വരേക്കും ബൈ.